ഒരു കേക്കോ ബിസ്ക്കറ്റോ ഒക്കെ കിട്ടിയാലും നമ്മുടെ നോട്ടം എന്തായിരിക്കും? അതെങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കുക. പക്ഷേ ഞാൻ അതിൻ്റെ കവറിലാണ് നോട്ടം. ആ കവർ ഞാനെടുത്ത് സൂക്ഷിക്കും. ഇത് കണ്ടോ, നമുക്ക് ആകെ വേണ്ടത് ഈ ഒരു പേപ്പർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ കയ്യിൽ വെച്ച് സാവധാനം ഒന്ന് ഇതുപോലെ ചുരുട്ടി എടുക്കുക. നമുക്കതിൻ്റെ നടുക്ക് ഒരല്പം കമ്പി വെച്ചിട്ട് നമുക്ക് അത് ചുരുട്ടിയെടുക്കാം. കണ്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പതിയെ ഒന്ന് ഒരു കൈയുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കതിനെ ഇങ്ങനെ ചുരുട്ടി ഒരു പൂവിൻ്റെ രൂപത്തിലാക്കാം. കണ്ടോ, എത്ര വേഗം ഒരു പൂവെന്നോ മൊട്ടെന്നോ നിങ്ങളുടെ ഇഷ്ടം പോലെ പേരിടാം. അത് കണ്ടോ. ഇനി ഇതിനെ നമുക്ക് അല്പം ഗ്രീൻ ടേപ്പ് എടുക്കാം. ഗ്രീൻ ടേപ്പ് എടുത്ത് നമുക്കിതിനെ ഇതേപോലെ അതിൻ്റെ തണ്ടിൻ്റെ ഒരു ഗ്രീൻ കളർ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഗ്രീൻ ടേപ്പ് ചുറ്റുന്നത്. ഇത് ഈ കമ്പിയുടെ അറ്റം വരെ നമുക്കത് ചുറ്റിയെടുക്കാം. വളരെ വേഗത്തിൽ ചുറ്റിയെടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് പഠിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാൻ. ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്, പഠിച്ചതൊന്നുമല്ല, ഒരിടത്തും പോയി പഠിച്ചതല്ല. ഇനി അടുത്ത് നമുക്കതിൻ്റെ ലീഫ് അതിന് വേണ്ടി ലീഫല്ല, ആ മുട്ടിൻ്റെ അതിലുള്ള ഇത് വേണ്ടി ഇത് കണ്ണ് നോക്കിക്കൊള്ളാവുന്ന ഇതിനെ നമുക്ക് ചെറുതായിട്ട് നാലായിട്ട് മടക്കി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഈ ഒരു വി പോലെ നമുക്ക് വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഇടയ്ക്ക് വരുന്ന വേസ്റ്റ് കളഞ്ഞിട്ട് ഇങ്ങനെ 2 or 3 രീതിയിൽ വി ടൈപ്പിൽ വി ഷേപ്പിൽ വെട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഞാൻ ക്രൈപ്പ് പേപ്പറാണ് യൂസ് ചെയ്തത്. ഈ വെട്ടിയെടുത്ത ഇതിനെ നമുക്ക് ആ മുട്ടിൻ്റെ അറ്റത്തായിട്ട് നമുക്കത്, ഞാനിതിൽ ഗമ്മൊന്നും യൂസ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഗം യൂസ് ചെയ്യാം. വെറുതെ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ഇത് ചുറ്റി കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഗം ഉപയോഗിക്കാം. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് വേണ്ടാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും നല്ല ഒരു ബലം കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഗ്രീൻ ടേപ്പ് തന്നെ ഒന്നുകൂടി ചുറ്റി കൊടുക്കാം. അപ്പോൾ ആ തണ്ടിന് നല്ല കട്ടിയും തോന്നും, ഇത് അവിടെ ഫിക്സ് ചെയ്തിരിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് ഈ രണ്ടാമതും ഒന്നുകൂടി ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നത്. കണ്ടോ, ഇതിൽ നമ്മൾ ഗമ്മോ ഒന്നും യൂസ് ചെയ്യാതെ വെറും ഒരു ക്രൈപ്പ് പേപ്പറും ഒരു കേക്കിൻ്റെ കവറും ഒരു പീസ് കമ്പിയും കൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് കണ്ടോ ഒരു പൂ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏത് കവറും നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് പല പൂക്കളും ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഒരു ബഞ്ച് പൂ കണ്ടോ, എനിക്ക് 4-5 കവർ കിട്ടി. ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ കവർ വെച്ച് എന്ത് മനോഹരമായ ഒരു പുഷ്പം. ഇതിന് കാശിൻ്റെ ചിലവ് കണ്ടോ, വളരെ തുച്ഛമായ ചിലവേ നമുക്ക് വേണ്ടി വരുള്ളൂ. സമയം അധികം സമയം എടുക്കണ്ട. നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്ത് കവറും നമുക്ക് മനോഹരമായ പൂക്കൾ, ഒരു ബഞ്ച് പൂക്കളായിട്ട് നമുക്ക് ഉണ്ടാക്കാം.